എല്ലാവർക്കും നമസ്കാരം. പ്രചേതസ്സുകൾക്ക് ഭഗവത് ദർശനവും ദക്ഷന്റെ ഉൽപ്പത്തിയും എന്നതിനെക്കുറിച്ചാണ് ഇന്ന് പറയാൻ പോകുന്നത്. പ്രചേതസ്സുകൾ രുദ്രഗീതം ജപിച്ചുകൊണ്ട് ജലന്ധർഭാഗത്തിൽ 10,000 സംവത്സരം തപസ് ചെയ്തു. ഒടുവിൽ ഭഗവാൻ പ്രസാദിച്ച് സമുദ്രത്തിൽ നിന്ന് ചക്രായുധധാരിയായി മഹാവിഷ്ണു പ്രത്യക്ഷനായി. ഭഗവാനെ പ്രചേതസ്സുകൾ വീണ് നമസ്കരിച്ചു. മഹാവിഷ്ണു അവരെ അനുഗ്രഹിച്ചു. നിങ്ങൾക്ക് മഹത്ഭക്തി ലഭിക്കട്ടെ എന്ന് വരം നൽകി. രുദ്രഗീതത്തിൽ എന്നെ ദിവസേന സ്തുതിക്കുന്നവർക്ക് ഞാൻ സർവാഭിഷ്ടങ്ങളും നൽകും. നിങ്ങൾ വൃക്ഷപുത്രിയായ മാരീഷയെ വിവാഹം ചെയ്തുകൊള്ളുവിൻ. അവർക്ക് ജനിച്ച പുത്രനായിരുന്നു ദക്ഷൻ. ഇവൻ മുൻജന്മത്തിലെ ദക്ഷ പ്രജാപതിയുടെ പുനർജന്മമായിരുന്നു. പണ്ട് ശിവനിന്ദ ചെയ്ത് അജമുഖനായി തീർന്ന ദക്ഷൻ ഈശ്വര സങ്കല്പത്താൽ പ്രചേതസ്സുകൾക്ക് പുത്രനായി വീണ്ടും ജനിച്ചു. അതിതേജസ്വിയും സർവസമർത്ഥനുമായ ദക്ഷനെ ബ്രഹ്മാവ് പ്രജാപതികളിൽ പ്രധാനിയായി അഭിഷേകം ചെയ്തു. തപസ്സും ഭക്തിയും ചേർന്നാൽ ദൈവദർശനം ഉറപ്പായും ലഭിക്കും. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. നന്ദി, നമസ്കാരം.